തന്നെ തിരുകുമാരനും പിതാവായ ദൈവത്തിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി സ്തുതിയും സ്തോത്രം കരയറ്റുന്നു. എൻ്റെ പേര് നിമ്മി എന്നാണ്. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. പക്ഷേ ഞാൻ അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. ഞാൻ അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പോൾ വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് ശേഷമാണ്. ശരിക്കും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ 2021 ജൂലൈയിൽ എൻ്റെ ജോലി തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായി. അതെൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആയി മാറി. എന്താണെന്ന് വെച്ചാൽ ജൂലൈയിൽ 20-ാം തീയതി എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ എറർ കാരണം എൻ്റെ ഒരു പേഷ്യൻ്റ് നിർഭാഗ്യവശാൽ മരണമടയുണ്ടായി. ഈ പേഷ്യൻറ്റിന് 92 വയസ്സുള്ളൊരു അമ്മച്ചിയായിരുന്നു. അമ്മച്ചിക്ക് മറ്റ് പല രോഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എഴുതിയ പ്രകാരമാണ് ഞാൻ മെഡിസിൻ കൊടുക്കുന്നത്. കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ ഡോക്ടേഴ്സിനോടും ഫാർമസിനോടും ചോദിച്ചായിരുന്നു മെഡിക്കൽ ഫയൽ ഒന്ന് റിവ്യൂ ചെയ്യണം, അതിൽ കുറേ എറേഴ്സൊക്കെ ഉണ്ടെന്ന കാര്യം. അതിൻ്റെ പ്രകാരം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തു. പിന്നെ ഈ ഞാൻ കൊടുത്ത മരുന്നിൻ്റെ മാക്സിമം ഡോസ് എന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് എന്തിനാണ് കൊടുക്കണമെന്നും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ തലേ ദിവസം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തപ്പം ഫയൽ ഫുള്ള് റിവ്യൂ ചെയ്യുകയും കൂടാതെ ഈ ഡോസ് അവർ ചേഞ്ച് ചെയ്യാതെ ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രകാരം നെക്സ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം ഞാൻ ഈ പേഷ്യൻ്റ് മെഡിസിൻ കൊടുത്തു. പക്ഷേ നിർഭാഗ്യത്തിൽ അമ്മച്ചി സിക്കായി, അമ്മച്ചി മരണമടയുണ്ടായി. അയർലൻഡിൽ ഒരു സംഭവമുണ്ട്. എങ്ങാണ്ട് ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ തന്നെയും ഫാമിലിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ സ്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർക്ക് മില്യൺസ് ഓഫ് യൂറോസ് അവർക്ക് വേണേൽ കോമ്പൻസേഷൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഫാർമസിസ്റ്റും ഡോക്ടേഴ്സ് പലരും ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ തന്നെയും ഇതിലൊരാളെ ബലിയാടാക്കാൻ വേണ്ടി പ്രശ്നമെല്ലാം എൻ്റെ മലയിൽ വന്നു. ഇതിന് ശേഷം റിവ്യൂ മീറ്റിങ്സ് നടക്കുന്നു, പല മീറ്റിങ്സ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ മീറ്റിങ്സിലും ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും എല്ലാം ഞാൻ പറയണമെന്ന് കേൾക്കാതെ എല്ലാം എനിക്ക് എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും കൂടുതലും മനുഷ്യരിലായിരുന്നു ആശ്രയിച്ചിരുന്നത്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ കൂടുതലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പേടിക്കണ്ട, ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ചിന്ത. പക്ഷേ അന്നേരമൊക്കെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമായിരുന്നു. ഒന്നിനും അണ്ടയ്ക്കായിട്ട് ഓരോന്നും കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ജൂലൈയിൽ നാട്ടിൽ വരുന്നു. 2022 ജൂലൈയിൽ നാട്ടിൽ വരുന്നു. ഞാൻ മാതാവിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷേ ഞാൻ മാതാവിനെ അപേക്ഷിക്കാറൊന്നുമില്ല. ഞാൻ മാതാവിന് മുന്നിൽ പോയിട്ട് പറയും, മാതാവേ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അപേക്ഷിക്കത്തൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ ഞാൻ 2022 ജൂലൈയിൽ നാട്ടിൽ വരുന്നു. മമ്മി ഇതുപോലെ കൃപാസനത്തെ കുറിച്ച് പറയുന്നു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ എന്നാൽ ഇത്ര വലിയ പ്രശ്നമല്ലേ, മാതാവിൻ്റെ അടുത്ത് നിന്ന് പറയാമെന്ന് വെച്ച് ഞാൻ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥനയോട് തന്നെ ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞാൻ തിരിച്ച് അയർലൻഡിലേക്ക് പോന്നു. പക്ഷേ അവിടെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒക്ടോബർ അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇത് കൂടുതൽ പ്രശ്നത്തിലേക്കൊന്നും പോകത്തില്ല, അങ്ങനെ പ്രശ്നമാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും പ്രശ്നം, അതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ആകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 21 തീയതി എൻ്റെ എംപ്ലോയീസായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു. റിവ്യൂ മീറ്റിങ്ങിനൊക്കെ ശേഷം ഒരു ഫൈനൽ മീറ്റിംഗ് എംപ്ലോയീസോട് നടക്കുന്നു, ഇതിൻ്റെ കൺക്ലൂഷൻ അറിയാൻ വേണ്ടി. അപ്പോഴും ഞാൻ അതിന് 2-3 ദിവസം മുൻപേ ഞാൻ ഈ ദിവസം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, അങ്ങാണും NMB എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ബോർഡ് ഓഫ് അയർലൻഡ് ആണ്, അവരെങ്ങാനും എന്നെ റെഫർ ചെയ്താൽ അവിടെ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുവാണെങ്കിൽ അത് നീ മാതാവും എൻ്റെ കഥ ഇറങ്ങി വന്ന വിടുതലായിരിക്കണം, അതായിട്ട് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവിടുന്ന് ഹിതമാണെങ്കിൽ അത് നടന്നോട്ടെ, പക്ഷേ എങ്കിലും എനിക്കത് ആഗ്രഹമില്ല. കാരണം ഓൾറെഡി ഇത്രയും പ്രശ്നമായി, എനിക്ക് വീണ്ടും പ്രശ്നങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഒക്ടോബർ 21 തീയതി മീറ്റിംഗ് കൂടാൻ പോന്നു. ഞാൻ പറഞ്ഞതുപോലെ എന്തോ NMB റെഫറിൽ അവരെന്നെ റെഫർ ചെയ്യുന്നു. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അവർ ചെയ്യുമായിരുന്നു. പക്ഷേ ചെറിയൊരു മനസ്സിൽ അവിടെ ഇവിടെയോ എന്തോ സംശയം പോലെ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പം വേണമെങ്കിൽ ഡിസിഷൻ മാറ്റായിരുന്നു. പക്ഷെ മാറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർത്തു. ഞാൻ ശരിക്കും എൻ്റെ അതിലുള്ള പിഴവുകളെക്കുറിച്ച് ഞാൻ ശരിക്കും ആത്മപരിശോധന ചെയ്യാൻ തുടങ്ങി. എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്താൻ തുടങ്ങി. ഉടമ്പിൽ കൂടുതൽ വിശ്വസ്തയോടെ മാതാവിൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. മാതാവെ ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് എനിക്ക് മധ്യസ്ഥം നിൽക്കണേ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ കണ്ടത് മുഴുവനും എൻ്റെ ഓരോ പ്രശ്നങ്ങൾ എൻ്റെ കൺമുന്നിൽ അഴിഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്കെതിരായിട്ട് നിന്നവർ എനിക്ക് നല്ല റെഫറൻസ് തരുന്നു. കാരണം NMB റെഫറൻസിൽ പോകുമ്പോൾ പല ഫോംസും പല സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ശത്രുക്കൾ പോലും എനിക്ക് അതിൻ്റെ നല്ല റെഫറൻസ് തരുന്നു. അപ്പം ഞാൻ കൂടുതൽ ഇച്ചിരി തീഷ്ണതയായി. ഞാൻ ഓരോ ഉടമ്പടിയും പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇച്ചിരി തീഷ്ണതയോടെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അഴിയാൻ തുടങ്ങി. അങ്ങനെ മാർച്ച് അപ്പം NMB ഈ കേസ് നോക്കാൻ വേണ്ടി ഒരു പ്രിലിമിനറി കമ്മിറ്റിയെ രൂപീകരിച്ചു.
അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തെങ്കിലും ശിക്ഷ കിട്ടാതെ ഇരിക്കില്ല, വേണമെങ്കിൽ ചിലപ്പോൾ 2 വർഷം സസ്പെൻഷനോ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടാതെ ഇരിക്കത്തില്ല പറഞ്ഞു. അപ്പോഴും ഞാൻ പറയേണ്ട ദൈവമേ എന്തെങ്കിലും ചെറിയ ശിക്ഷ എനിക്ക് തന്നാൽ മതി, കാരണം ഇത്രയും വലിയ ശിക്ഷ എനിക്ക് വേണ്ട ദൈവമേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവിനല്ല എൻ്റെ മാതാവിനാലും എൻ്റെ കർത്താവ് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ മാതാവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഉറപ്പായിട്ട് എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടും. ഞാൻ പറഞ്ഞു കർത്താവേ ഇതിൽ എനിക്ക് ഒരു കുഴപ്പവും ഇല്ലയെന്ന് എനിക്കൊരു ആൻസർ കേൾക്കണം, എൻ്റെ പേർക്ക് ഒരു കുറ്റവും ഇല്ലയെന്ന് എനിക്കൊരു ആൻസർ കേൾക്കണം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മാർച്ച് 15-ാം തീയതി പ്രിലിമിനറി കമ്മിറ്റിക്ക് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ അപ്പം അവർ പറഞ്ഞു എൻ്റെ പേർക്ക് അവർക്ക് ഒരു കംപ്ലയിൻറ്റ് ഒരു കുറ്റം കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർക്ക് പക്ഷേങ്കിൽ അതിന് മുന്നേ തന്നെ അന്ന് മാർച്ച് 15-ാം തീയതി എൻ്റെ അപ്പയും അമ്മയും ഇവിടെ വന്ന് മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അന്ന് അച്ഛനെ കാണാൻ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായി. ഞാൻ ഈ മീറ്റിംഗ് നടക്കുന്ന ആ സമയത്ത് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വിട്ടു. അന്ന് റിപ്പോർട്ട് വന്നു, എൻ്റെ പേർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെങ്കിൽ മാർച്ച് 21-ന് NMBI ഒരു ഫൈനൽ മീറ്റിംഗ് നടത്തും. ആ മീറ്റിങ്ങിൽ അവർ അക്സെപ്റ്റ് ചെയ്യണം ഇത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് തിരുത്തി ഫിറ്റ്നസ് ടു പ്രാക്ടീസ് റെഫർ ചെയ്യാം, പിന്നെ അല്ലാതെ വേറെ ആക്ഷൻസ് ഒക്കെ എടുക്കാം. അപ്പോഴും ഞാൻ പിന്നെ വീണ്ടും മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീണ്ടും എൻ്റെ പപ്പയും അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ ഹസ്ബൻഡൊക്കെയും എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ മാർച്ച് 21-ാം തീയതി ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു എൻ്റെ പേർക്ക് ഒരു കുറ്റവും ഇല്ല. ഞാൻ എന്തോ പറയണ്ടേ, ആ ഒരു വിടുതൽ എന്ന് പറയുമ്പം തമ്പുരാനും എൻ്റെ അമ്മമാതും എനിക്ക് ഇറങ്ങി നിന്ന വിടുതലാണ്. കാരണം ഞാൻ മനുഷ്യനെ ആശ്രയിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നപ്പം ഞാൻ തമ്പുരാനിലും എൻ്റെ അമ്മമാതാലും വിശ്വസിച്ചപ്പം എൻ്റെ പ്രശ്നങ്ങൾ അയഞ്ഞ് കൊഴുകി ഞാൻ കാണാൻ സാധിച്ചത്. എനിക്ക് അതിൽ മനസ്സിലായത് ഇത് നോട്ട് ബൈ ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലായി. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വാഗ്ദത്തങ്ങളിലൂടെയാണ് എൻ്റെ തമ്പുരാനോട് സംസാരിച്ചിരുന്നത്. ഞാൻ ശരിക്കും പ്രവാചകന്മാരുടെ പുസ്തകമൊന്നും വായിക്കുന്നത് എനിക്കത് മനസ്സിലാവത്തില്ലായിരുന്നു. അപ്പം ഇതിനുശേഷം ഞാൻ പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുന്നത് അതിലൂടെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി, യെശയ്യാ പ്രവാചകൻ അങ്ങനെയുള്ള കാര്യം. പിന്നെ ഞങ്ങളുടെ നഴ്സിംഗ് പഠിച്ച കാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടെ എല്ലാ ന്യൂയിനും വാഗ്ദത്തം എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ വർഷത്തെ വാഗ്ദത്തം കിട്ടിയത് നിനക്ക് യെശയ്യാ 54:17 എന്നുള്ള വാക്യമായിരുന്നു. നിനക്കെതിരെ വന്ന ഒരു ആയുധവും ഫലപ്രദമാകുകയില്ലെന്നായിരുന്നു. അത് എൻ്റെ കർത്താവ് എനിക്ക് സാധിച്ചു തന്നു. ഇതെനിക്ക് ഉറപ്പാണ്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കർത്താവിൽ വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്. 1,000 കോടി നന്ദി സ്തോത്രം അമ്മയ്ക്ക് തിരുകുമാരൻ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഒരു കാര്യം കൂടെ ഉണ്ട്, എൻ്റെ മോന് എക്സീമ എന്നൊരു രോഗം ഉണ്ടായിരുന്നു. അത് അവൻ്റെ സ്കിന്നൊക്കെ പൊട്ടി നല്ല ഡ്രൈ സ്കിന്നായി ഭയങ്കര ചോർച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടിയും കുഞ്ഞിനെന്നും തേനൊക്കെ കൊടുക്കുമായിരുന്നു. അതിൻ്റെ പിന്നെ ഞാൻ ക്രീമൊക്കെ തേച്ച് ക്രീം മാത്രം തേക്കുമ്പം എനിക്കതിന് ഒരു വ്യത്യാസം തോന്നാറില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഉടമ്പടി തൈലവും തേനും കൊടുക്കുമ്പം എനിക്ക് ഒത്തിരി വ്യത്യാസം, ഇപ്പം അവൻ തേത്തുനിന്ന് ഒത്തിരി കുറവുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. ദൈവത്തിന് സ്തുതിയും സ്തോത്രം കരയറ്റുന്നു. നിമ്മി സാറാ മാത്യു പറഞ്ഞ